അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. റമദാനിലെ അവസാനത്തെ 10 നമ്മളുള്ളത്. അതുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളെല്ലാം നമ്മൾ പള്ളികളിൽ നിന്ന് സ്ഥിരമായി കേൾക്കുന്നവരും അറിയുന്നവരൊക്കെ ആയതുകൊണ്ട് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം, നമ്മുടെ നാട്ടിൽ എല്ലാ പള്ളികളും, ലോകത്തിലുള്ള മുഴുവൻ പള്ളികളും എല്ലാ സത്യവിശ്വാസികൾക്കുമായി തുറന്നു കൊടുക്കേണ്ടതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അറിവില്ലായ്മ കൊണ്ടാണോ അറിയില്ല, നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിന്നും പള്ളിയിൽ വരുന്നത് പാടില്ലാത്ത കാര്യമായും അത് നിഷിദ്ധമായ കാര്യമായും ഒരു കാരണവശാലും ഒരു പെണ്ണും പള്ളിയിൽ വരാൻ പാടില്ല എന്ന് വിലക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹറമിൽ വെച്ച് പോലും, മദീന പള്ളിയിലും മസ്ജിദുൽ ഹറമിലും നമസ്കാര സമയമാകുമ്പോൾ സ്ത്രീകളെ അവിടുത്തെ ജമാഅത്തിൽ, പുരുഷന്മാരുടെ കൂടെ ജമാഅത്തിൽ പങ്കെടുക്കാതെ തിരിച്ച് റൂമിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ച ഇപ്പോൾ നിത്യമായതുകൊണ്ടും ഉംറക്കും ഹജ്ജിനും കൊണ്ടുപോകുന്ന ഇത്തരം ഗ്രൂപ്പുകൾ അവരെ ഇത് പഠിപ്പിച്ച് ഇസ്ലാമിക വിരുദ്ധമായ കാര്യം അവരെ ധ്വനിപ്പിച്ച് 1,00,000 കൂലിയും അതുപോലെ എത്രയോ ഇരട്ടി കൂലിയുമുള്ള ഹറമുകളിൽ വെച്ചുള്ള നമസ്കാരത്തിൽ നിന്ന് നമ്മുടെ സഹോദരിമാരെ തടയുന്നത് കാണുമ്പോൾ നമ്മളെങ്കിലും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചൊരു കാര്യം സൂചിപ്പിക്കേണ്ടത്, നമ്മളിൽ തന്നെ ചില ആളുകൾക്ക് സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്ന് പറഞ്ഞു തുടങ്ങുക മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളിൽ അത്തരം ഹദീസുകളൊക്കെ കയറി വന്നിട്ടുണ്ട് എന്ന കാര്യവും കൂടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഈ വിഷയം നമ്മൾ ഒന്ന് പറയണം എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മൾ കേരളക്കരയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ലക്ഷോപലക്ഷം പ്രഭാഷണങ്ങൾ കേരളത്തിലുടനീളം നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് കാരണം ഇത് സ്ത്രീകളുടെ ഒരു മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് എന്ന നിലയിലല്ല, നേരെ മറിച്ച് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ജനത മുസ്ലിങ്ങൾ, അവർ സ്ത്രീകളും പുരുഷന്മാരും കൂട്ടമായി പള്ളിയിൽ ജമാഅത്തിന് സംബന്ധിക്കുന്നവരും ഗ്രഹണ നമസ്കാരം, മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നമസ്കാരം തുടങ്ങി എല്ലാ നമസ്കാരങ്ങളിലും, മയ്യത്ത് നമസ്കാരം തുടങ്ങി എല്ലാ നമസ്കാരങ്ങളിലും പുരുഷന്മാർ നമസ്കരിക്കുന്നതിന് പിന്നിൽ നിന്ന് സ്ത്രീകൾ നമസ്കരിച്ചതുമായി ബന്ധപ്പെട്ട എത്രയോ ഹദീസുകൾ, 150-ൽ പരം ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാകാത്തത് കൊണ്ടും നമ്മുടെ സഹോദരിമാർക്കത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടും ഇത് നമ്മുടെ എന്തോ ഒരു തീരുമാനമാണ്, നമ്മളിങ്ങനെ പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകുന്നവരാണ്, വീട്ടിൽ നിന്ന് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കൊണ്ടുവരുന്നവരാണ് എന്ന ഒരു ധ്വനിയാണ് നമ്മൾ പള്ളിയിൽ പോകുന്നതിൻ്റെ പിന്നിലുള്ളത് എന്ന് നമ്മൾക്ക് പോലും തോന്നിത്തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യം അല്പം 1-2 ഭാഗങ്ങളിലായി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മൾ പല വാദപ്രതിവാദങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ എഴുതി വെച്ച നമ്മുടെ വാദം എന്താണെന്നറിയുമോ? നിങ്ങൾ നോക്കൂ, പർദ്ദയുടെ വിധികൾ വന്നതിന് ശേഷവും അന്യപുരുഷന്മാർ പങ്കെടുക്കുന്നതും ഒരു ഇമാമിൻ്റെ കീഴിൽ പൊതുസ്ഥലത്ത് നടത്തുന്നതുമായ ജമാഅത്തുകളിൽ സ്ത്രീകൾ പങ്കെടുക്കൽ ഹറാമാണ്. എന്നാൽ പള്ളിയുടെ അടുത്തുള്ള വീടുകളിൽ വെച്ച് സ്ത്രീകൾ പള്ളിയിലെ ഇമാമിനെ തുടരുന്നതിന് വിരോധമില്ല. അന്യപുരുഷന്മാരില്ലാത്ത സന്ദർഭങ്ങളിൽ സ്ത്രീകൾ പള്ളിയിൽ പോയി നമസ്കരിക്കുന്നതിനും വിരോധമില്ല. ഇതാണ് സാധാരണ ഒരു കാലത്ത്, മുമ്പ് കാലത്ത് നമ്മുടെ സുന്നി ഉസ്താദുമാർ, മുസ്ലിയാക്കന്മാർ ആളുകളോട് പറയുകയും നമ്മളുമായി വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവർ ഉന്നയിച്ചിരുന്ന വാദവും. അപ്പം അവർക്ക് നിരുപാധികം പള്ളി ഹറാമാണ്, എന്നാൽ ഒറ്റക്കാണെങ്കിൽ, പെണ്ണുങ്ങൾ മാത്രമുള്ള പള്ളിയാണെങ്കിൽ അവിടെ നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല, പള്ളീൻ്റെ പുറത്ത് വേറെ എവിടെയെങ്കിലും വെച്ച് ഇമാമിനെ തുടരുന്നതിന് പ്രശ്നമല്ല, പക്ഷെ പള്ളിയിൽ കയറി പുരുഷന്മാരുടെ പിന്നിലോ പുരുഷന്മാരുടെ കൂടെയോ നിസ്കരിക്കാൻ പാടില്ല. അപ്പം നമ്മുടെ വാദം എന്തായിരുന്നു? അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. മുജാഹിദുകളുടെ വാദം, അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന സമൂഹ നമസ്കാരങ്ങളായ ജമാഅത്തുകളിലും ജുമുഅകളിലും അവ പള്ളിയിൽ വെച്ച് നടക്കുന്നതായാലും പള്ളിക്ക് പുറത്ത് വെച്ച് നടക്കുന്നതായാലും
സ്ത്രീകൾ പങ്കെടുക്കുന്നത് അനുവദനീയമാണ്, പുണ്യകർമ്മവുമാണ്. ഇതാണ് മുജാഹിദുകളുടെ വാദം. അപ്പോൾ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, പ്രവാചകൻ്റെ കാലശേഷം സ്ത്രീകൾ പള്ളിയിൽ വന്നിരുന്നു എന്ന് മാത്രമല്ല, മിക്കവാറും എല്ലാ ജമാഅത്തുകളിലും വന്നിരുന്നു എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ മാത്രമല്ല, അതിനുശേഷവും സഹാബിമാരുടെയും താബീകളുടെയും കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ വരികയും മൈതാനങ്ങളിൽ വെച്ച് നടക്കുന്ന സമൂഹ നിസ്കാരങ്ങളിൽ ധാരാളമായി പങ്കെടുക്കുകയും പതിവായിരുന്നു എന്നുള്ളത് സ്വഹീഹായ ഹദീസുകളിൽ എമ്പാടും വന്നതാണ്. മാത്രമല്ല റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ നമ്മൾക്കൊക്കെ അറിയാലോ, നമ്മളത് പറഞ്ഞു കഴിഞ്ഞു, ഇന്നലെ നമ്മൾ പറഞ്ഞു, റമദാനിൻ്റെ രാപ്പകൽ വ്യത്യാസമില്ലാതെ പള്ളിയിൽ നബി തിരുമേനിയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷവും അവിടുത്തെ പത്നിമാർ, നബിയുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്നത് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ വന്നതാണ്. ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്ത്രീകളും പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയം നമ്മുടെ സഹോദരിമാരോട് ഉണർത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സുബ്ഹി നമസ്കാരത്തിൽ ഇവർ വന്നതിനെക്കുറിച്ച് സ്വഹീഹ് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസ്, കുന്ന നിസാഉൽ മുഅ്മിനാത്തി യഷ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വലാത്തിൽ ഫജ്രി മുതലഫിഅത്തിൻ ബിമുറൂത്തിഹിന്ന ثم ينقلبن إلى بيوتهن حين يقضين الصلاة لا يعرفهن أحد من الغلس. നിങ്ങൾ നോക്കൂ, ഈ ഹദീസിൽ പറഞ്ഞത് എന്താ അറിയോ? വിശ്വാസിനികളായ സത്യവിശ്വാസിനികളായ സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സുബ്ഹി നമസ്കാരത്തിന് പുതപ്പുകൾ പുതച്ചുകൊണ്ട് പങ്കെടുക്കാറുണ്ടായിരുന്നു. നിസ്കാരം കഴിഞ്ഞാൽ അവരുടെ വീടുകളിലേക്ക് അവർ തിരിച്ചു പോകും. ഇരുട്ടുകൊണ്ടേ, കൂരാകൂരിരുട്ട് കൊണ്ട് അവരെ ആർക്കും തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ല. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചതാണ്. ഇവിടെ നിസാഉൽ മുഅ്മിനാത്ത് എന്നും നിസാഉൽ മുഅ്മിനാത്ത് എന്ന് പറഞ്ഞതിന് ഫത്തുഹിൽ ബാരി കൊടുത്ത വിഷയം എന്താ പറയുക? അൽ ഫാദിലാത്തുൽ മുഅ്മിനാത്ത് എന്നാ, ശ്രേഷ്ഠകളായ സത്യവിശ്വാസിനികൾ എന്നാണ് ഇതിനർത്ഥം കൊടുത്തിട്ടുള്ളത്. കൂരിരുട്ടിലും ഇവർ വന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതിന് ഒരു തെളിവ് കൂടെ നിങ്ങൾ നോക്കൂ. ഇതൊക്കെ ബുഖാരിയിലും മുസ്ലിമിലും വന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നമ്മുടെ ഉമ്മ അഅ്തമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅ്തമ ഹത്താ നാദാഹു ഉമർ നാമൻ നിസാഉ സ്വിബിയാൻ. ഒരു ദിവസം ഇശാ നമസ്കാരം കുറച്ചു നേരം പിന്തിക്കുകയുണ്ടായി. റസൂലുള്ളാഹി ഇശാ നമസ്കാരം പിന്തിപ്പിച്ചു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു അറിയോ? ഉമർ റളിയല്ലാഹു അൻഹു നബിയോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ലേ നിസ്കരിക്കാൻ, ഇവർക്ക് ജമാഅത്തിന് നേതൃത്വം കൊടുക്കാൻ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഹത്താ നാദാഹു ഉമർ നാമൻ നിസാഉ വസ്ബിയാൻ. എന്താണ് നബിയെ, കുട്ടികളും പെണ്ണുങ്ങളൊക്കെ ഉറങ്ങിപ്പോയല്ലോ, ഉറങ്ങാറായല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് പുറപ്പെട്ടു വന്നുകൂടെ എന്ന് ചോദിക്കുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ഈ ഹദീസ് എവിടെയെങ്കിലും നിസ്കരിക്കുന്നതിനെ സംബന്ധിച്ചല്ല കേട്ടോ. വീട്ടിൽ കുട്ടികളും പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ ഉറങ്ങിപ്പോയല്ലോ എന്നല്ല. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള അധ്യായം ഏതാണെന്നറിയോ? ഇമാം ബുഖാരി ഖുറൂജുൻ നിസാഇ ഇലൽ മസാജിദി ബിൽ ലൈലി വൽ ഖലസി. രാത്രിയിലും കൂരിരുട്ടത്തും പള്ളിയിൽ പെണ്ണുങ്ങൾ പോകുന്ന അധ്യായം എന്ന അധ്യായത്തിലാണ് ഇമാം ബുഖാരി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കണം, സുബഹിക്ക് വന്നത് പറഞ്ഞു, ഇഷാക്ക് വന്ന് പറഞ്ഞത്. ഈ രണ്ട് നിസ്കാരത്തിനെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞത് അറിയോ? അസ്കലു സ്വലാത്തി അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാഇ വ സ്വലാത്തുൽ ഫജ്രി. മുനാഫിഖുകൾക്ക് ഏറ്റവും ഭാരമേറിയ നിസ്കാരം സുബഹി നമസ്കാരവും അതുപോലെ രാത്രി ഇശാ നമസ്കാരവുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് നിസ്കാരത്തിനും പെണ്ണുങ്ങൾ പുതച്ചു വന്ന് പരസ്പരം പിരിഞ്ഞു പോകുമ്പോൾ ആരൊക്കെയാണ് വന്നത് എന്നറിയാത്ത അത്ര കൂരിരുട്ടുള്ള രാത്രിയിൽ പോലും അവർ വന്നിരുന്നു. മാത്രമല്ല കുട്ടികളുമായി അവർ പള്ളിയിൽ വന്നിരുന്നു. നിങ്ങൾ നോക്കൂ ഹദീസ്. അബീ ഖത്താദത്തുൽ അൻസാരി ഖാല റസൂലുള്ളാഹി ഇന്നി ല അഖൂമു ഇല സ്വലാ വ അന ഉരീദു. നബി സല്ലല്ലാഹു കുറച്ച് ഹദീസുണ്ട്, ഞാൻ നീട്ടിപ്പറത്തി പറയില്ല. റസൂലുള്ളാഹി പറയാണ്, ഞാൻ നിസ്കരിക്കാൻ നിന്നു, നീട്ടി നിസ്കരിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. ഫ അസ്മഉ ബുക്കാ അസ്വബിയി. അപ്പോഴാണ് കുട്ടികളുടെ കരച്ചിൽ കേട്ടത്. പിന്നിൽ നിൽക്കുന്ന സ്ത്രീകളുടെ കൈകളിലുള്ള കുട്ടികളുടെ കരച്ചിൽ കേട്ടത്.
അപ്പം ഞാൻ എന്ത് ചെയ്തു, ഫഅതജവ്വസു ഫീ സ്വലാത്തി കറാഹിയത്തൻ അഷുഖ അല ഉമ്മിഹി, ആ കുട്ടിയുടെ ഉമ്മക്ക് അത് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകും എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, ഞാൻ നിസ്കാരം ചുരുക്കുകയും ദീർഘമായി നിസ്കരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഞാൻ ചുരുക്കി നമസ്കരിക്കുകയും ചെയ്തു. ഈ ഹദീസ് ഏത് അധ്യായത്തിലാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ചതെന്നറിയോ? ഖുറൂജുൻ നിസാ ഇലൽ മസാജിദി ബില്ലൈലി വൽ ഖലസി, നേരത്തെ പറഞ്ഞ അതേ അധ്യായത്തിൽ കൂരിരുട്ടുള്ള സമയത്തും പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നതിൻ്റെ അധ്യായം എന്ന വിഷയത്തിൽ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ഓരോന്ന് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം ഇത് ഒരുപാട് സമയമെടുക്കും, ഒരുപാട് ഘട്ടങ്ങളായിട്ട് ഇത് പറയാൻ കഴിയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കൂരിട്ടുള്ള 2 നിസ്കാരത്തിൽ ഏതായാലും സ്ത്രീകൾ നബിയുടെ കൂടെ പങ്കെടുത്തിരുന്നു എന്ന് വന്നു. കുട്ടികളെ വഹിച്ചിരുന്നു എന്ന് പറഞ്ഞു, കുട്ടികളെ ചുമന്നു കൊണ്ടുവന്നിരുന്നു എന്ന് പറഞ്ഞു. അവർ കുട്ടികൾ പള്ളിയിൽ വെച്ച് കരയുമ്പോൾ നബി അവർക്ക് വേണ്ടിയിട്ട് ഉമ്മമാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് നിസ്കാരം ചുരുക്കി എന്നുള്ളതൊക്കെ പറഞ്ഞു. ഇനി വലിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പം പള്ളിയിൽ വരാൻ പറ്റൂല, കാരണം പള്ളിയിൽ വന്നാൽ ഫിത്ന കുഴപ്പമുണ്ടാകും എന്നതുകൊണ്ടാണ് പള്ളിയിൽ വരരുത് എന്ന് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പഠിപ്പിക്കേണ്ട ആൾ റസൂലുള്ളയാണ്. ഇനി റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഉണ്ടായൊരു സംഭവം നോക്കൂ നിങ്ങൾ. സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഖാല കാന നാസു യസല്ലൂന മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹും ആഖിദു ഉസ്രിഹിം മിനസ് സിഗരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ പുരുഷന്മാരാണുള്ള മുമ്പിൽ നിൽക്കുക, റസൂലുള്ള മുമ്പിൽ ഇമാമ്, അതിന് പിന്നിൽ പുരുഷന്മാർ, അവരുടെ പിന്നിൽ സ്ത്രീകൾ, ഇങ്ങനെ അണി നിൽക്കുകയാണ്. ഇങ്ങനെ അണി നിൽക്കുന്ന സമയത്ത് പുരുഷന്മാരുടെ വസ്ത്രം അവർ പിരടിയിലേക്ക് വലിച്ചു കെട്ടും. കാരണം പെരടി കൂടെ പുരുഷന്മാർ നിസ്കാരത്തിൽ മറക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഒറ്റ തുണിയാണ് ഇവർക്കുള്ളത്, ഒറ്റ മുണ്ട്. അതാണെങ്കിൽ വലിപ്പക്കുറവ് കൊണ്ട് എന്ത് ചെയ്യും, അത് പെരടിയിലേക്ക് വലിച്ചു കെട്ടുമ്പോൾ അവർ സുജൂദ് ചെയ്യുമ്പം പിന്നിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ നഗ്നത കാണുന്ന അവസ്ഥ വന്നു. പൊതുവേ അന്ന് അടിവസ്ത്രം ധരിക്കുന്ന കാലമല്ലല്ലോ, നമുക്കൊക്കെ അറിയാം. ആ സമയത്ത് ഹദീസിൽ വന്നത് എന്താ അറിയോ, അവർ പെരടിയിൽ വെച്ച് കെട്ടിയത് കൊണ്ട് ഫഖീല ലിൻ നിസാഇ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു, ഇവിടെ പുരുഷന്മാരുടെ പിന്നിൽ സ്ത്രീകൾ സ്വഫായി നിൽക്കുന്നു, പുരുഷന്മാർ സുജൂദ് ചെയ്യുന്നു. സുജൂദ് ചെയ്യുമ്പോൾ സുജൂദിൽ കിടക്കുന്ന പുരുഷന്മാരുടെ പിന്നിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ ഔറത്ത് വെളിവാകുന്നൊരവസ്ഥ വന്നപ്പോൾ റസൂലുള്ളാഹി എന്ത് ചെയ്തു അറിയോ, ഫഖീല ലിൻ നിസാഇ, പെണ്ണുങ്ങളോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ലാ തർഫഅന റൂസകുന്ന ഹത്താ യസ്തവി റിജാലു ജുലൂസൻ. പെണ്ണുങ്ങളെ, സ്ത്രീകളെ, നിങ്ങൾ നിങ്ങളുടെ തലകൾ സുജൂദിൽ നിന്ന് ഉയർത്തരുത്. പുരുഷന്മാർ സുജൂദിൽ നിന്ന് തല ഉയർത്തി ഇരുന്നു എന്നുറപ്പ് വരാതെ. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണിത്. അപ്പോൾ ഇവിടെ പള്ളിക്കകത്ത് വെച്ച് നിസ്കാരത്തിൻ്റെ ഇടക്ക് ഔറത്ത് കാണും എന്നൊരവസ്ഥ വന്നിട്ട് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുക എന്നതല്ലാതെ ഇതാ ഔറത്ത് കാണുന്ന അവസ്ഥ വന്നിട്ടുണ്ട്, ഇനി പുരുഷന്മാരൊക്കെ നല്ല വലിയ വസ്ത്രം എടുത്ത് വരുമ്പം പിന്നിൽ വന്ന് നിന്നാൽ മതി എന്നൊന്നല്ല പറഞ്ഞത്. അതിന് പരിഹാരം റസൂലുള്ള പറഞ്ഞത്, സ്ത്രീകൾ പുരുഷന്മാർ സുജൂദിൽ നിന്ന് ഉയർന്ന് അമർന്ന് ഇരുന്നതിന് ശേഷമേ തല ഉയർത്താൻ പാടുള്ളൂ, സുജൂദിലേക്ക് പോകുമ്പോൾ ഒപ്പം പോവുകയും വേണം എന്ന് നിർദ്ദേശിക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിലൊരു പരിഹാരമാണ് കാണിച്ചു കൊടുക്കുന്നത്, അല്ലാതെ ഇനി ആരും പെണ്ണുങ്ങൾ പള്ളിയിൽ വരാൻ പാടില്ല എന്നല്ല. അപ്പോൾ ഇതിൻ്റെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം കൂടെ പറയേണ്ടതുണ്ട്. ഇനി പുരുഷന്മാർ സ്ത്രീകളും തമ്മിൽ കൂടിക്കലരുന്നത് കൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ നിസ്കാരം കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും. ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? വമൻ സ്വല്ലാമിന റിജാലി മാഷാ അല്ലാഹ് ഫഇദാ ഖാമ റസൂലുള്ളാഹ് ഖാമ റിജാൽ. പുരുഷന്മാർക്ക് പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്, സ്ത്രീകൾക്ക് പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടായിരുന്നു റസൂലുള്ളാഹി അവിടെ ഇരുന്നിരുന്നതെന്നും മാത്രമല്ല സ്ത്രീകൾ പിരിഞ്ഞു പോയതിന് ശേഷമേ റസൂലുള്ളാഹി അവിടെ നിന്ന് എഴുന്നേൽക്കാറുണ്ടായിരുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഉമ്മു സലമ നമ്മളോട് പറയുന്നുണ്ട്. ഇത് ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. പറഞ്ഞു വന്നത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിർബന്ധമായ ഫർള് നിസ്കാരം നിർവഹിച്ചതിനെ കുറിച്ചാണ്.
അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹിൻ്റെ അടിയാത്തികളായ പെണ്ണുങ്ങളെ നിങ്ങൾ പള്ളിയെ തൊട്ട് തടയാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ അടുത്ത ഭാഗം നാളെ നമ്മൾക്ക് പറയാം. ചില കാര്യങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മൾക്ക് അനുവദിച്ച അനുവാദം അത് തടയാൻ ദുനിയാവിൽ ആർക്കും അധികാരമില്ല. അത് പുണ്യകർമ്മമാണ്, പ്രവാചകൻ്റെ കാലത്തെ സുന്നത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റഹ്മാനായ റബ്ബ് നമ്മളെല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.